റിപ്ലൈ അയക്കുമെങ്കിൽ അവരെന്ത് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓവർ തിങ്കിങ് കുറേ റെഡ്യൂസ് ആയിട്ട് വരും. 10 കഥകൾ കാണും, ആ 10 കഥകളും റിയാലിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്തൊരു സിനിമ സ്ക്രിപ്റ്റ് തന്നെ. അവരെന്താണ് ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും പ്രശ്നമായിട്ട് ചെയ്തു. ഹായ് ഗായ്സ്, വെൽക്കം ടു അൺഫിൽറ്റേർഡ് ചെക്സ് ബൈ സൂര്യലക്ഷ്മി. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും വി ഹാവ് ബീൻ ഇൻ ടു സിറ്റുവേഷൻസ് വെരി ഓവർ തിങ്ക് എ ലോട്ട് അല്ലേ. നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മളൊരു ടെക്സ്റ്റ് അയച്ചിട്ട് അയാൾ റിപ്ലൈ അയച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അവരെന്താ എന്നെ ഇഗ്നോർ ചെയ്യണോ, അവരെന്താ മനഃപൂർവ്വം ടെക്സ്റ്റിന് റിപ്ലൈ അയക്കാത്തല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. പിന്നെ നമ്മളിങ്ങനെ വിചാരിക്കും അവരെന്താണ് ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും പ്രശ്നമായിട്ട് ചെയ്തോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. സോ ദീസ് ആർ ദ സിറ്റുവേഷൻസ് വെരി ഓവർ തിങ്ക് ലോട്ട്. ആൻഡ് ഓൾസോ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഭയങ്കര നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. സോ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കത്തില്ല, അവർ റിയാലിറ്റിയിലോട്ട് വരും. Okay, the solution which I would suggest is for overthinking and to not overthink is that just come to the reality. റിയാലിറ്റിയിലോട്ട് വരിക. അതായത് ഇപ്പം നമ്മൾ ഒരാൾക്ക് ടെക്സ്റ്റ് അയച്ചു എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്, എന്നിട്ട് അയാൾ റിപ്ലൈ അയച്ചില്ല എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. പിന്നെ അയാൾ എന്നെ ഇഗ്നോർ ചെയ്യുവാണോ, അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി വിച്ച് വി ക്രിയേറ്റ്. അത് നടന്നിട്ടേ ഉണ്ടാവില്ല. അപ്പം നമ്മൾ തന്നെ ആ ഒരു സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ സ്റ്റോറി അങ്ങ് ഡ്രോപ്പ് ചെയ്യുക, ഈ ഫാക്റ്റിൽ വിശ്വസിക്കുക, റിപ്ലൈ ഒന്നുമില്ല അതിനെന്താ എന്നുള്ളത് വിശ്വസിക്കുക. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓവർ തിങ്കിങ് കുറേ റെഡ്യൂസ് ആയിട്ട് വരും. അപ്പം എന്താണ് നമ്മൾ വിചാരിക്കുക, ഈ 99.9% ആൾക്കാരും ഈ ലോകത്തുള്ളവർ നമ്മളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ല അവരുടെ പണി. അവർക്ക് വേറെ പണിയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. നമുക്ക് വേറെ പണിയില്ലേ, അതുപോലെ തന്നെ അവർക്കും വേറെ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു മെത്തേഡ്, ഒരു സയൻറ്റിഫിക് മെത്തേഡ് വിച്ച് ഐ ക്യാൻ എക്സ്പ്ലെയിൻ, ഓൾസോ ഇറ്റ് പേഴ്സണലി ഹെൽപ്പ്. ഓക്കെ, ഒരു 3 സെക്കൻഡ് ഹോൾഡിങ് ബ്രെത്ത് ആൻഡ് ഇൻഹേലിംഗ്, ഹോൾഡിങ് ആൻഡ് എക്സേലിംഗ് മെത്തേഡാണ്. എന്ന് പറയുമ്പോൾ ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഇൻഹേൽ ചെയ്യുക, എന്നിട്ട് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ബ്രെത്ത്, എന്നിട്ട് 3 സെക്കൻഡ് എക്സേൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര കാമാവും. എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ചിന്തിച്ചു തുടങ്ങും, ലോജിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും, കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. വെറുതെ എന്തിനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്താൽ പോരെ. എല്ലാം നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. അത് തന്നെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇതല്ലല്ലോ, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ചെയ്യാനുണ്ട്. സോ ഇങ്ങനെ തോട്ട് വരുമ്പോഴത്തേക്കും ആ തോട്ട് ഡൈവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും പണികളോ നമ്മൾ ചെയ്യുക, എന്തെങ്കിലും പണി പോയി എടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഓവർ അനലൈസ് ചെയ്തൊരു സിനിമ സ്ക്രിപ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ പറയാൻ വലിയ എളുപ്പമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കോൺഷ്യസ്ലി നമ്മൾക്ക് കാണണം, അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമായിരിക്കാം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഫാക്റ്റിൽ ബിലീവ് ചെയ്യുക. അതായത് ടെക്സ്റ്റിന് റിപ്ലൈ തന്നില്ല എന്ന് പറയുന്ന ആ ഫാക്റ്റിൽ ബിലീവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു കഥകളോ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്ക് സമയം വരുമ്പോഴത്തേക്കും അവർ റിപ്ലൈ തരും. ഞാനൊരു പേഴ്സണൽ സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ അമ്മ നമ്മളെ എല്ലാവരുടെയും അമ്മമാരെ പോലെ തന്നെ കൺസേൺ ആയിട്ട് പുള്ളിക്കാരിയെ വിളിച്ചു ഒരു 2-3 തവണ വിളിച്ചിട്ടും എൻ്റെ ഫ്രണ്ട് ഫോൺ എടുത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാനും അവളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി ഫോൺ എടുത്തില്ല. അപ്പം ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആൻറ്റി ഈ സമയമാകുമ്പോഴത്തേക്കും അവൾ നല്ലപോലെ ഉറങ്ങുന്നതാണ്, അപ്പം അവൾ ഉറങ്ങുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആൻറ്റി ഭയങ്കര കൺസേൺഡായി. എനിക്ക് ഭയങ്കര ടെൻഷനായി. ആൻറ്റി ഇതുപോലെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഓരോ സ്റ്റോറീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, അവൾ ഇങ്ങനെ കറങ്ങാൻ പോകും, പുറത്തിറങ്ങാൻ പോകും, പിന്നെ തിരിച്ചു വരും, പിന്നെ ചിലപ്പോൾ കറങ്ങാൻ പോകുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 പേരും 3 സൈറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ആൻറ്റി വേറെ സൈറ്റിലാണ് താമസിക്കുന്നത്, ഞാൻ വേറെ സൈറ്റിലാണ്, എൻ്റെ ഫ്രണ്ട് വേറെ സൈറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് പോയി നോക്കാനും ഒരു ചോയ്സ് ഇല്ല. അപ്പോഴത്തേക്കും ആൻറ്റി പിന്നെ അവളുടെ നെയ്ബേഴ്സിനെല്ലാം വിളിച്ച് ഇതുപോലെ ബാണം വെച്ച് പുള്ളിക്കാരി ചെന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും നല്ല ഉറക്കത്തിൽ അങ്ങ് കിടക്കുകയാണ് എൻ്റെ പ്രിയ ഫ്രണ്ട്. അന്നേരം നല്ലപോലെ ഉറങ്ങുകയാണോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ പിന്നെ എനിക്ക് തന്നെ അത് കോമഡി ആയിട്ട് തോന്നി. ഞാൻ കുറച്ച് നേരം ചിരിച്ചു.
അന്നേരം ആൻറ്റിക്കും ഇത് കോമഡി ആയിട്ട് തോന്നി, ആൻറ്റിയും ചിരിച്ചു. പക്ഷേ ഷി വാസ് ഓൾസോ കൺസേൺ. എന്നിട്ട് കുറച്ച് വഴക്കൊക്കെ എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു കേട്ടോ, എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. എല്ലാവരുടെയും അമ്മമാരെ പോലെ തന്നെ അങ്ങനെ സംഭവമുണ്ട്. അന്നേരം ഇതുപോലുള്ള സിറ്റുവേഷൻസ് ആണ് മിക്കവാറും ഉള്ള മനുഷ്യർക്കൊക്കെ ഉണ്ടാവുക. ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 10 കഥകൾ കാണും. ആ 10 കഥകളും റിയാലിറ്റിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ അത് വെറും കഥകൾ മാത്രമായിരിക്കും, ഞാൻ പറയല്ലേ. അപ്പോൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയിലോട്ട് വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഓവർ തിങ്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഫിൽ യുവർ മൈൻഡ് വിത്ത് ഗുഡ് തോട്ട്സ്. ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫാക്ട്. ആൻഡ് ഓൾസോ drop your story. Thank you for watching and bye.